പ്രവാസി മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിലെ കെയ്ൻസിൽ പ്രശസ്ത ഗായിക റിമി ടോമിയുടെ സംഗീത നിശ അക്രമാസക്തമായി കലാശിച്ചു. ആസ്വാദനത്തിന്റെ കൊടുമുടിയിൽ നിന്ന ജനക്കൂട്ടത്തെ നിരാശയാക്കിക്കൊണ്ട് പരിപാടി പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന കലയെ സ്നേഹിക്കുന്നവർക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചിരിക്കുന്നത്. കേവലം ഒരു മദ്യപാനിയുടെ അഴിഞ്ഞാട്ടം എന്നതിനുപരി ഈ സംഭവത്തിന് പിന്നിൽ ആസൂത്രിതമായ ബിസിനസ് വൈരാഗ്യം എന്നാണ് COC ന്യൂസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കെയ്ൻസിലെ മലയാളി സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു പരിപാടിയായിരുന്നു റിമി ടോമി ഷോ. ആസ്വാദകരെ ആഹ്ലാദത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചുകൊണ്ട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ പരിപാടിയുടെ അവസാന ഘട്ടം എത്തിയപ്പോൾ ഒരു കൂട്ടം മദ്യപാനികൾ സ്റ്റേജിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. സംഘാടകർ ഇതിന് അനുവാദം നൽകാതിരുന്നതാണ് ആക്രമണത്തിന് തുടക്കമിട്ടത് എന്നതാണ് പ്രാഥമിക നിഗമനം. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. തലനാരിടയ്ക്കാണ് റിമി ടോമി വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കലാകാരന്മാർക്കും ആസ്വാദകർക്കും സുരക്ഷ ഒരുക്കേണ്ട വേദികളിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. COC ന്യൂസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് ഈ ആക്രമണ സംഭവത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത്. കേവലം മദ്യപിച്ച് ലക്കുകെട്ട ചിലരുടെ അഴിഞ്ഞാട്ടമായിരുന്നില്ല ഇത്, മറിച്ച് കെയ്ൻസിലെ മലയാളി സമൂഹത്തിലെ ചില പ്രമുഖർക്കിടയിൽ ഉണ്ടായിരുന്ന ബിസിനസ് വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് നയിച്ചതെന്നാണ് COC ന്യൂസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ബേക്കറി മുതലാളിയും ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മുതലാളിയും ഒരു നഴ്സിംഗ് ഹോം മാനേജറും അവരുടെ സഹായികളും ചേർന്നാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇത്തരം പരിപാടികളിലൂടെ തങ്ങളുടെ ബിസിനസ് ശത്രുക്കൾക്ക് പ്രശസ്തി ലഭിക്കുന്നത് തടയാനും അവരെ അപകീർത്തിപ്പെടുത്താനും വേണ്ടിയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചനകൾ.